വുഹാനും ഫെയ്യു ഗാർഡ്സും ആദ്യം പേടിച്ചോടിയെങ്കിലും ഹോങ്ങിയെ തങ്ങളെ അറ്റാക്ക് ചെയ്യാതെ വിട്ടയച്ചത് അവരിൽ സംശയമുണ്ടാക്കുന്നുണ്ട്. ഡ്രീം ദേവതയുമായിട്ടുള്ള ഫൈറ്റിൽ അവൻ്റെ ശക്തികൾ നഷ്ടപ്പെട്ടു കാണുമോ എന്നാണ് അവർ സംശയിക്കുന്നത്. അതൊന്നറിയാനായി അവർ വീണ്ടും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. അവരിങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഷാവോ ഊഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനായിട്ട് അവൾ ഒരു സൂത്രം പ്രയോഗിക്കുന്നു. അവർ ഇങ്ങോട്ട് വന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അവൾ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് വുഹാൻ തങ്ങളിൽ ഒരാളാണ് എന്നും ഹോങ്ങിയെ നിർദ്ദേശം നൽകിയതനുസരിച്ചാണ് അവൻ ബാക്കിയുള്ളവരെ അങ്ങോട്ടേക്ക് ട്രാപ്പിലാക്കി കൊണ്ടുവന്നത് എന്നുമൊക്കെ പറഞ്ഞവരെ വിശ്വസിപ്പിക്കുന്നു. ഇത് ഇവർക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹോങ്ങിയും കൂടി അങ്ങോട്ടേക്കെത്തി വുഹാൻ തൻ്റെ ആളാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതും കൂടി ആയതോടെ ഫെയ്യു ഗാർഡ്സ് അവനെതിരെ തിരിയുന്നു. അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വുഹാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഹോങ്ങിയും ഷാവോയും കൂടി ഒന്നുകൂടി പേടിപ്പിച്ചപ്പോഴേക്കും ബാക്കി ഫെയ്യു ഗാർഡ്സ് എല്ലാം കൂടി അവിടെ നിന്നോട് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഷാവോയുടെ ബുദ്ധി കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ ഈ സിറ്റുവേഷനിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ ബുദ്ധി കാരണം രക്ഷപ്പെട്ടതിന് അവൾ ഗമയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഹോങ്ങിയോട് തനിക്ക് നന്നായി വിശക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവളുടെ വിശപ്പ് മാറ്റുന്നതിനായിട്ട് അവർ കുറച്ച് ബാംബു ഷൂട്ട്സ് എടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ബാംബു ഇത് കണ്ട് ആകെ അസ്വസ്ഥതയോടെ ഇരിക്കുകയാണ്. ഇന്നെടുത്തതെടുത്തു, ഇനി മേലിൽ എൻ്റെ ഷൂട്ട്സ് ഒന്നും എടുത്തേക്കരുതെന്ന് അവൻ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഡീമൻ വാലിയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ബാംബു അവരോട് വിശദമായിട്ട് പറയുന്നുണ്ട്. ഹേവു വുഹാന്റെ സഹായത്തോടെ ഡീമൻ വാലി പിടിച്ചടക്കി സ്വയം രാജാവായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ആദ്യം അവിടെ എത്തിയ സമയത്ത് പുതിയൊരു ഡീമൻ കിങ്ങിനെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് പല ഭാഗങ്ങളിലായി ഒളിച്ചിരുന്ന ഡീമൻസിനെയെല്ലാം അയാൾ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ വിളിച്ചു വരുത്തിയ ശേഷമാണ് അവരിൽ ഓരോരുത്തരെയായി പിടിച്ച് ഫെയ്യു ഗാർഡ്സിന് കൊടുക്കാൻ തുടങ്ങിയത്. കുറേ പേരൊക്കെ ഫെയ്യു ഗാർഡ്സിൻ്റെ പിടിയിലായി. പിന്നെ കുറേ പേർ പല ഭാഗങ്ങളിലായി ഒളിച്ചിരിപ്പുണ്ട്. കുറച്ച് പേരൊക്കെ ഒളിച്ചിരിക്കുന്ന സ്ഥലം തനിക്കറിയാം എന്നൊക്കെ ബാംബു അവരോട് പറയുന്നുണ്ട്. അവരെല്ലാം വിളിച്ചു കൂട്ടി ഇപ്പോൾ തന്നെ ഒരുമിച്ച് പോയി ആ ഹേവുവിനെ അവിടെ നിന്ന് പുറത്താക്കി ഹോങ്ങിയുടെ സ്ഥാനം വീണ്ടെടുക്കണമെന്നും ബാംബുവും ലവ്ലോയും കൂടി പറയുന്നു. പക്ഷേ അവന് പവറില്ലാത്തതുകൊണ്ട് അത് നടക്കില്ലല്ലോ. അവരോട് കാര്യം പറയാനും പറ്റില്ല. ഇത്ര ധൃതി പിടിച്ച് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ തമ്മിൽ അടിക്കുന്നത് കാണുമ്പോൾ മനുഷ്യർ ആ സാഹചര്യം മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷാവോ തൽക്കാലം ഒരു വിധത്തിൽ അവരെ സമാധാനിപ്പിക്കുന്നു. വുഹാൻ തിരികെ ഹേവുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അവൻ മിഷൻ ഫെയിലായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഹേവുവിന് മനസ്സിലാവുന്നു. അങ്ങനെ ആദ്യം തന്നെ അവനിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്ര നിസ്സാരമായ ടാസ്ക് നീ ഫെയിലായെന്ന് ചോദിച്ച് അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴാണ് ഹോങ്ങി തിരികെ എത്തിയിരിക്കുന്ന വിവരം അവൻ പറയുന്നത്. അത് കേട്ടപ്പോൾ ഹേവുവും ആദ്യം ശരിക്കൊന്ന് പേടിക്കുന്നു. എത്രയും പെട്ടെന്ന് ഹേവു അവിടെ നിന്ന് സ്വമേധയാ വിട്ടു പോകണമെന്നാണ് ഹോങ്ങി അറിയിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതുവരെ ചെയ്ത ക്രൂരതകൾക്കൊക്കെ 3 ഇരട്ടിയായിട്ട് ശിക്ഷ നൽകും എന്ന് ഹോങ്ങിയെ പറഞ്ഞയച്ച വിവരമൊക്കെ വുഹാൻ അവനോട് പറയുന്നുണ്ട്. ഹോങ്ങിയെ വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലോ എന്നും വുഹാൻ ചോദിക്കുന്നു. എന്തായാലും ഹോങ്ങിയെ എന്ന് ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ഓടിപ്പോയിട്ട് എന്താണ് കാര്യം, എവിടെയാണ് വിളിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഹേവു അതിനെ എതിർക്കുന്നു. ഹേവു എന്തായാലും ഒരു ആക്രമണത്തിന് വരാൻ സാധ്യതയുണ്ട് എന്ന് ഷാവോയ്ക്കും ഹോങ്ങിയയ്ക്കും അറിയാം. അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ചിന്തയിലായിരുന്നു അവർ ഈ സമയം. തൻ്റെ ഡീമനിക് എനർജി തിരികെ കിട്ടുമോ എന്ന് ഫോഴ്സ് ചെയ്തൊന്ന് ശ്രമിച്ചാലോ എന്ന് ഹോങ്ങിയെ ചോദിക്കുന്നുണ്ടെങ്കിലും അതല്ലാതെ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാമെന്നാണ് ഷാവോ പറഞ്ഞത്. അതിനുവേണ്ടി ആദ്യം ഷാമുവിനെയും ഷാമിങ്ങിനെയും കണ്ടെത്താം എന്നാണ് അവൾ നിർദ്ദേശിക്കുന്നത്. എങ്ങനെ അവരെ കണ്ടെത്തും എന്നുള്ളതായി പിന്നെ അവർ ചിന്ത. അങ്ങനെ ഷാമുവിനെ ആകർഷിക്കാനുള്ള പല വിദ്യകളും അവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഷാവോ അവളുടെ ശക്തി കൊണ്ട് ഒരു ഇല ഉണ്ടാക്കി അതിൽ അയക്കുന്നു. അതേപോലെ തന്നെ അവർ മീനെ പിടിച്ചിട്ട് അതിനെ ചുട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ അവിടെ സ്പ്രെഡ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഷാമുവിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നില്ല. അവസാനം പൂച്ചകളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാറ്റ്നിപ്പ് എന്നൊരു പ്രത്യേകതരം പുല്ല് ഒരുപാട് ഒരുമിച്ച് സംഘടിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ സ്മെല്ലടിച്ചെങ്കിലും ഷാമു അവിടെ എത്തുന്നുവെന്ന് അവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതെന്തായാലും വർക്കൗട്ട് ആവുന്നു. അങ്ങനെ ഷാമു പൂച്ചയുടെ രൂപത്തിൽ അവിടെ എത്തുന്നു. ഹോങ്ങിയെ കണ്ടതും അവൻ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നുണ്ട്. ആദ്യം പുറത്തു വന്നത് ഷാമു ആയിരുന്നു. പക്ഷേ ഡീമൻ വാലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ കുറ്റബോധം കാരണം അവന് ഹോങ്ങിയെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഷാമിങ്ങിനെ പുറത്തു കൊണ്ടുവരുന്നു. ഷാമിങ് ഹോങ്ങിയെ കണ്ടപ്പോഴേക്കും വിഷമത്തോടെ അത്രയും കാലത്തെ പരിഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനെ കാണാതായതിനു ശേഷം ഒരുപാട് അന്വേഷിച്ചു. അവനെ സെൻസ് ചെയ്തെടുക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ മനുഷ്യരുടെ ഇടയിലേക്ക് പോയി അവിടെ കണ്ട ഒരു ദേവതയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞ് ഷാമിങ് നിർത്താതെ ഓരോന്ന് പറയാൻ തുടങ്ങുന്നുണ്ട്. ഹോങ്ങി അവനെ സമാധാനിപ്പിച്ച ശേഷം ഷാമുവിനെ പുറത്തു കൊണ്ടുവരാൻ പറയുന്നു. അവനോടായിരുന്നു ഹോങ്ങിക്ക് അത്യാവശ്യമായി സംസാരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഷാമിങ് 2-3 തവണ ട്രൈ ചെയ്തിട്ടും ഷാമു പുറത്തേക്ക് വരാൻ തയ്യാറാവുന്നില്ല. അവൻ ഇപ്പോഴും ഹോങ്ങിയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിലാണ്. താൻ അവനെ കുറ്റപ്പെടുത്തില്ല, അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ ഹോങ്ങിയെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഷാമു പുറത്തേക്ക് വരാൻ തയ്യാറായത്. അപ്പോഴും കുറ്റബോധത്തോടെ അവൻ ഹോങ്ങിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങുന്നു. ആ സമയത്താണ് ഹോങ്ങിയുടെ പവർ നഷ്ടമായ വിവരം അവന് മനസ്സിലാവുന്നത്. അവനത് പറയും എന്ന് തോന്നിയപ്പോൾ ഷാവു പെട്ടെന്ന് അവൻ്റെ വായിലേക്ക് കുറച്ച് കാറ്റ്നിപ്പ് വെച്ച് കൊടുത്തിട്ട് അവനെ അവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ ഹോങ്ങിയോട് പറയുന്നു. ബാക്കി 2 പേരോടും അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവളും അവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. ഷാവോ കാരണമാണ് ഹോങ്ങിയുടെ പവർ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ്
തനിച്ചായപ്പോൾ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ സ്വയം ഡ്രീം ദേവതയെ കൊല്ലുന്നതിന് വേണ്ടി എൻ്റെ ഹേർട്ട് മെറിഡിയൻ നശിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഹോങ്ങെ അവനെ വിലക്കുന്നുണ്ട്. ഡ്രീം ദേവത ഷാവോ വരുന്നതിന് മുമ്പ് തന്നെ എന്നെ വലയിലാക്കാൻ നടന്നതാണ്. ഷാവോ ഇല്ലായിരുന്നെങ്കിലും അവൾ എന്തെങ്കിലുമൊക്കെ പണി കാണിച്ച് എന്നെ അവളുടെ ട്രാപ്പിലാക്കിയേനെ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഷാവോയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അവർ ഷാമുവിനോട് ചോദിക്കുന്നത്. ഷാമുവിന് അതിനെപ്പറ്റി വ്യക്തമായി അറിയില്ല. ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ഉള്ള പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഹോങ്ങയുടെ ഗുഹയിലായിരുന്നു. ഇപ്പോൾ ആ ഗുഹ ഹേവു പിടിച്ചെടുത്തിരിക്കുകയാണല്ലോ. അത് തിരികെ പിടിക്കാതെ അതിനുള്ളിൽ നിന്ന് ആ പുസ്തകങ്ങൾ എടുക്കാൻ പറ്റില്ല, ഇക്കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഷാമു പറയുന്നു. ഹേവുമായിട്ടുള്ള അന്നത്തെ ഫൈറ്റിൽ അവനെ നന്നായി പരിക്കേറ്റിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അവന് ഹേവുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. മുമ്പത്തെ ശക്തിയുടെ 30% മാത്രമേ അവനിപ്പോൾ ഉള്ളൂ. അതൊരു 60% ആയിരുന്നെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാമായിരുന്നുവെന്ന് അവൻ പറയുന്നു. പക്ഷേ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് മരിക്കുന്നതിൽ അർത്ഥമില്ല, ബുദ്ധി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ വേണ്ടതെന്ന് ഷാമു അവനെ ഉപദേശിക്കുന്നുണ്ട്. മുമ്പ് ഇലകൾ പണമാക്കി മാറ്റുന്ന ഒരു മാന്ത്രിക വിദ്യ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നല്ലോ. ആ ടെക്നിക്ക് ഇപ്പോഴും അവന് ചെയ്യാൻ പറ്റുമോ എന്ന് ഷാമു അവനോട് ചോദിക്കുന്നുണ്ട്. അത് ചെയ്യാൻ എനിക്ക് 10% ശക്തി മതി, ഇപ്പോഴും സാധിക്കുമെന്ന് ഷാമു പറയുന്നു. അത് വെച്ച് എന്തോ പരിപാടിയാണ് ഷാവോ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കുറേ പണമൊക്കെ ആക്കിയിട്ട് ഷാവോ ലവ്ലോയെയും ബാംബുവിനെയും കൂട്ടി മനുഷ്യരുടെ ഇടയിലേക്ക് പോകുന്നു. മനുഷ്യരെ പോലെയാണ് ഇവർ 3 പേരും പോകുന്നത്. നിങ്ങളിപ്പോൾ മനുഷ്യരാണ് എന്നുള്ള കാര്യം മറക്കരുതെന്ന് അവൾ ബാംബുവിനെയും ലവ്ലോയെയും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡീമൻസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി മനുഷ്യർ ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസ് വിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവർ പോയത്. അതൊക്കെ കണ്ടപ്പോൾ ലവ്ലോയ്ക്കും ബാംബുവിനും പേടി തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മനുഷ്യരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ നേരെ തനിയെ പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ സ്വഭാവം വിട്ടുപോകരുത് എന്നൊക്കെ അവൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ ഉപയോഗിച്ച് കുറേ ഡീമൻസിനെ പിടിക്കുന്ന ഐറ്റംസ് ഷാവോ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നു. അവൾ ഇതൊക്കെ വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഷാമുവിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഏവോ നമ്മുടെ ഡീമൻസിനെയൊക്കെ പിടിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് കൊടുത്തയച്ചതല്ലേ. മനുഷ്യർ എങ്ങനെയാണ് ഡീമൻസിനെ പിടിക്കുന്നതെന്ന് അവനും ഒന്ന് അറിയട്ടെ, അവനും ഇതിൻ്റെയൊക്കെ സുഖം ഒന്ന് അറിയട്ടെ എന്നൊക്കെയാണ് ഷാവോ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഹോങ്ങയ്ക്കും തോന്നുന്നു. പക്ഷേ ഹേവുവിനെ ഹാൻഡിൽ ചെയ്യുന്നത് അവൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. എന്തൊക്കെയാണെങ്കിലും അവൻ 1000 വർഷങ്ങളോളം കൾട്ടിവേഷനുള്ള ഒരു ഡീമനാണ്. അതുകൊണ്ട് അവൾ വിചാരിക്കുന്നത് പോലെ ഇതങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഷാമു അപ്പോഴേ പറയുന്നു. എത്ര വലിയ ഡീമനാണെങ്കിലും അവൻ്റെ യഥാർത്ഥ സ്വഭാവം ഒരിക്കലും വിട്ടുപോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇതൊക്കെ വർക്കൗട്ടാവും എന്ന് തന്നെ ഷാവോ കോൺഫിഡൻസോടെ പറയുന്നുണ്ട്. തൻ്റെ പ്ലാൻ നടപ്പിലാക്കാൻ ആ കുട്ടി ഡീമൻസിൻ്റെ സഹായം കൂടി വേണമെന്ന് പറഞ്ഞ് അവൾ ഹോങ്ങയെയും കൊണ്ട് പോയി അവരോടുകൂടി തന്നെ സഹായിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഹോങ്ങയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അവനെ സഹായിക്കാമെന്ന് അവർ സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. ഹോങ്ങയെ ഇങ്ങനെ തിരികെ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് ഹേവു ഫെയ്യു ഗാർഡ്സിൻ്റെ സഹായത്തിനായി വുഹാനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് 7 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ തങ്ങളെ സഹായിക്കാൻ വൈകുന്നതെന്ന് അവൻ വുഹാനോട് സംശയം ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് ഷാമുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. ഷാമുവിന് പരിക്ക് പറ്റി എവിടെ ഒളിവിൽ താമസിക്കുകയാണ് എന്നാണല്ലോ ഇവർക്കറിയാവുന്നത്. പിന്നെ എങ്ങനെ ഇപ്പോൾ അവൻ പുറത്തേക്ക് വന്നു, അത് ശരിക്കും അവൻ തന്നെയാണോ എന്നൊക്കെ നോക്കുന്നതിനായിട്ട് വുഹാനെ പുറത്തേക്ക് അയക്കുന്നു. അങ്ങനെ അവൻ പുറത്ത് പോയി തിരയുന്ന കൂട്ടത്തിൽ മറിഞ്ഞിരിപ്പുണ്ടായിരുന്ന ഷാവോയൊക്കെ തങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ആ ഡീമൻസിനെ പിടികൂടാനുള്ള കുറച്ച് ആയുധങ്ങൾ അവൻ്റെ നേരെ പ്രയോഗിക്കുന്നുണ്ട്. അവൻ്റെ കാല് ഷാവോ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രാപ്പിൽ കുടുങ്ങുകയും ചെയ്യുന്നു. അതുമായിട്ട് അവൻ ഒരു വിധത്തിൽ ഹേവുവിൻ്റെ മുന്നിലേക്ക് എത്തി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹോങ്ങയാണോ ആക്രമണത്തിന് വന്നതെന്ന് ഹേവു അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഹോങ്ങയെ കണ്ടതായിട്ട് വുഹാൻ ഓർമ്മയില്ല. അവൻ പുറത്തു ചെന്നപ്പോഴേക്കും അവിടെ മൊത്തം പുകയായി കഴിഞ്ഞിട്ടല്ലോ. അതുകൊണ്ട് ആരാണ് അറ്റാക്ക് ചെയ്തതെന്ന് അവനറിയില്ല. അവൻ്റെ കാലിൽ അപ്പോഴും ആ ട്രാപ്പ് കിടപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അത് മനുഷ്യർ ഉപയോഗിക്കുന്നതാണ് എന്ന് ഹേവുവിന് മനസ്സിലാവുന്നു. അവൻ അത് വലിച്ചൂരിക്കളയുന്നുണ്ട്. വുഹാനെ നന്നായി വേദനിക്കുന്നുണ്ട്. അവൻ്റെ കാലിന് അത് കാരണം കുറേ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണം നടത്തുന്നത് മനുഷ്യരായിരിക്കും എന്ന് കരുതി ഹേവു പുറത്തേക്ക് ഇറങ്ങുന്നു. വുഹാനും കൂടെ ചെല്ലുന്നുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങി ചെന്നതും മറിഞ്ഞിരുന്നുകൊണ്ട് ഷാവോയും കൂട്ടരും കുറേ ഫയർ വർക്ക് പോലെയുള്ള ആക്രമണം അവർക്ക് നേരെ നടത്തുന്നു. പ്രതീക്ഷിക്കാതെയുള്ള ആക്രമണം തന്നെ അവരെ ഒന്ന് ഭയപ്പെടുത്തുന്നു. ചുറ്റും പുക നിറഞ്ഞത് കാരണം അവർക്കൊന്നും കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഹേവുവിന് വുഹാൻ്റെ കഴുത്തിൽ പിടികിട്ടുന്നു. ഹോങ്ങയായിരിക്കും എന്ന് കരുതി അവൻ ശരിക്കും വുഹാനെ പിടിച്ച് കൊല്ലേണ്ടതായിരുന്നു. വുഹാൻ എന്തോ ശബ്ദം ഉണ്ടാക്കിയത് കാരണം ആളെ മനസ്സിലായി ഹേവു അവനെ വെറുതെ വിടുന്നു. അപ്പോഴേക്കും ഹോങ്ങയെ മറിഞ്ഞിരുന്നുകൊണ്ട് കുറച്ച് മുളം തണ്ടുകളും അവിടെ ഉണ്ടായിരുന്ന കോളാമ്പി പോലെയുള്ള കുറച്ച് പൂക്കളുമൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ട് എക്കോ ഉണ്ടാകുന്ന രീതിയിൽ ഇവരെ പേടിപ്പിച്ചുകൊണ്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും മുഴങ്ങി കേൾക്കുന്നതിനാൽ ശരിക്കും ഹോങ്ങയെ അവിടെ എത്തി അവനിപ്പോഴും പഴയ ശക്തിയുണ്ട് എന്നൊക്കെ ഇവർ വിശ്വസിക്കുന്ന രീതിയിലാവുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കുട്ടി ഡീമൻസിൻ്റെ സഹായത്തോടെ ഹോങ്ങയെ ഒരു സ്പ്രിങ്ങിൽ ഉയർന്നു പൊങ്ങുന്നത് പോലെ മുകളിലേക്ക് ഉയർന്ന് ഇവരുടെ മുന്നിലേക്ക് ചെന്നത്. ഇവൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ആയപ്പോഴേക്കും അത്രയും ഉയരത്തിൽ പൊങ്ങിയാൽ മതിയെന്ന് കുട്ടി ഡീമൻസിന് ഷാവോ നിർദ്ദേശം നൽകുന്നുണ്ട്. ഹോങ്ങെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത് കാരണം അവൻ്റെ പവർ ഇപ്പോഴും ഉണ്ട് എന്ന് ഹേവുവും വുഹാനും വിചാരിക്കുന്നു.
പക്ഷേ ഹോങ്ങെ മുന്നോട്ട് ചെല്ലാത്തത് കാരണം അവൻ്റെ പെരുമാറ്റത്തിൽ ഹേവുവിന് ചെറിയ സംശയം തോന്നുന്നു. അതുകൊണ്ട് അതെന്താണെന്ന് നോക്കാനായി വുഹാനെ അവൻ മുന്നോട്ട് അയക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചാടി വീണ ഷാമിങ് അവനെ പിടികൂടി അവൻ അനങ്ങാൻ പറ്റാത്ത വിധമാക്കുന്നുണ്ട്. ഈ സമയത്ത് കുറേ കുഞ്ഞ് ഡീമൻസ് അവരുടെ സ്പിരിച്വൽ പവർ ഉപയോഗിച്ച് ഒരു ഫയർ ഗോളം പോലെ ഹോങ്ങയുടെ കൈകളിലേക്ക് ഒന്നിച്ചു കൂടുന്നു. ഇപ്പോൾ കാണുന്നവർക്ക് തോന്നുന്നത് ഹോങ്ങെ അവൻ്റെ ശക്തി ഉപയോഗിക്കാൻ പോവുകയാണ് എന്നാണ്. ഹേവും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. ആ കയ്യിലെ തീഗോളം വലുതായി വരുന്നത് കണ്ട് ഹോങ്ങയുടെ ശക്തി ഒന്നുകൂടി കൂടിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഹേവു പിന്നെ ഫൈറ്റിനൊന്നും നിൽക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. കുഞ്ഞു ഡീമൻസിൻ്റെ പുറത്താണല്ലോ ഹോങ്ങ ഇത്രയും സമയം നിന്നത്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് താഴെ ഇറങ്ങുന്നു. ഈ സമയത്ത് വുഹാൻ ഇത് കാണുന്നുണ്ട്. അതോടെ ഹോങ്ങിക്ക് അവൻ്റെ ശക്തി നഷ്ടപ്പെട്ടുവെന്നും ഇവർ ഇത്രയും നേരം ഫേക്കായിട്ട് തങ്ങളെ പേടിപ്പിക്കുകയായിരുന്നുവെന്നും വുഹാനും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇനി മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം, അവനിപ്പോൾ ഷാമിങ്ങിൻ്റെ തടവിലാണ്. അതുകൊണ്ട് അവന് രക്ഷപ്പെട്ടു പോയി ഈ കാര്യം ഹേവുവിനെ അറിയിക്കാൻ പറ്റുകയില്ല. കുട്ടി ഡീമൻസിനെ തിരികെ അവരുടെ താമസ സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ട് ഷാവോ ഹോങ്ങിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവനിപ്പോൾ അവൻ്റെ ആ പഴയ ഗുഹയൊക്കെ തിരികെ കിട്ടിയിരിക്കുന്നു. തൻ്റെ ബുദ്ധി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് ഷാവോ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവളുടെ ബുദ്ധി കാരണമാണല്ലോ ഇപ്പോൾ ഹേവുവിനെ ഇങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. അവളുടെ ബുദ്ധിശക്തിയെ അവൻ കുറേ പുകഴ്ത്തുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവനോട് കണ്ണടച്ച് നിൽക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. എന്തോ ഗിഫ്റ്റ് നൽകാനാണ് എന്നാണ് പറഞ്ഞത്. ഒരു ജയിൽ കൊണ്ടുണ്ടാക്കിയ ചീപ്പ് അവൾ അവന് സമ്മാനമായി നൽകുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ വിവാഹമൊക്കെ അടുക്കാറാവുമ്പോഴാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നൽകാറുള്ളത്. അതുകൊണ്ട് ഹോങ്ങയെ കുറച്ച് ടച്ച്ഡ് ആവുന്നുണ്ട്. ഈ സമയത്താണ് ഷാമിങ് അങ്ങോട്ടേക്ക് വന്നത്. അവനും ഈ ഗിഫ്റ്റ് കണ്ടിട്ട് നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കളിയാക്കാമെന്ന് പറഞ്ഞ് ഷാവോ അവനെ വഴക്ക് പറയുന്നു. ഡീമൻ കിങ് തിരികെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒളിവിലായിരുന്ന കുറേ ഡീമൻസൊക്കെ തിരികെ എത്തിയിരിക്കുന്നു. ആ കാര്യം പറയാനായിട്ടായിരുന്നു ഷാമിങ് വന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി പുറത്തുണ്ടായിരുന്ന മൈനർ ഡീമൻസിനെ കാണാനായി ചെല്ലുന്നു. ഹേവുവിനെ അവിടെ ഒരു മരക്കൊമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ കാരണം തങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരെ ഫെയ്യു ഗാർഡ്സ് പിടികൂടിപ്പോയതിൻ്റെ ദേഷ്യം അവിടെ ഉണ്ടായിരുന്ന മൈനർ ഡീമൻസ് അവനോട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഹോങ്ങയെ കണ്ടതും എല്ലാവരും കൂടി ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയും അവൻ്റെ ചുറ്റും കൂടി വിഷമങ്ങൾ പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഷാവോ ഈ സമയം വുഹാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൻ ഒരു കാക്കയാണ് എന്നാണ് അവൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ്റെ ചുണ്ടും കാലുമൊക്കെ കണ്ടപ്പോൾ അവൻ ശരിക്കും കാക്കയാണോ എന്നുള്ള സംശയം അവൾക്കുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഷാമിങ്ങിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് വുഹാൻ്റെ ശരിക്കുള്ള രൂപം എന്താണ് എന്ന് അവൾ ചോദിക്കുന്നു. ഷാമിങ്ങും അവനൊരു കാക്കയാണെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല, ഇതൊരു പരുന്താണെന്നാണ് തോന്നുന്നതെന്ന് ഷാവോ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹോങ്ങെ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ സ്വതന്ത്രനാക്കാൻ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എല്ലാവരും അതിനെ എതിർക്കുന്നു. കാരണം തങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുടെ മരണത്തിന് കാരണക്കാരനായവനാണല്ലോ അവൻ. അവനെ അങ്ങനെ വെറുതെ വിടാൻ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. വുഹാൻ്റെ മാസ്റ്ററായിട്ടുള്ള ഹേവു കഴിഞ്ഞ ദിവസം അവനെ ഒറ്റപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണല്ലോ. ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളാവുക, ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളരുതാത്തത് എന്നൊക്കെ അവന് മനസ്സിലായി കാണും. അതുകൊണ്ട് അവന് പശ്ചാത്തപിക്കാനുള്ള അവസരം നൽകണം എന്നൊക്കെ പറഞ്ഞ് ഹോങ്ങി അവനെ സ്വതന്ത്രനാക്കാൻ തന്നെ പറയുന്നു. അങ്ങനെ ഷാമിങ് അവനെ താഴെ ഇറക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ചങ്ങലയൊന്നും അപ്പോഴും സ്വതന്ത്രമാകുന്നില്ല. ഹോങ്ങെ ഇപ്പോൾ പുതിയ ടെക്നിക്കൊക്കെ പഠിച്ചു, അവൻ്റെ ശക്തി കൂടുതൽ കൂടി എന്നൊക്കെയാണ് ഈ മൈനർ ഡീമൻസ് ഒക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഡ്രീം ദേവതയൊക്കെ കൊന്നിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹേവുവിനെ പേടിപ്പിച്ച് ഓടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ടെക്നിക്സൊക്കെ തങ്ങളെ കൂടി പഠിപ്പിക്കുമെന്ന് ചോദിച്ച് എല്ലാവരും കൂടി അവൻ്റെ ചുറ്റും വീണ്ടും കൂടുന്നുണ്ട്. പക്ഷേ അവനിപ്പോൾ നന്നായി ക്ഷീണിച്ചിരിക്കുകയാണ്. റെസ്റ്റ് എടുത്ത ശേഷം പതുക്കെ നിങ്ങളതൊക്കെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഷാമോ അവനെ നൈസായിട്ട് അവിടെ നിന്ന് ഊരിക്കൊണ്ട് പോകുന്നു. ഹോങ്ങയുടെ ഇപ്പോഴത്തെ കണ്ടീഷന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹോങ്ങയും ഷാമിങ്ങും ഒക്കെ കൂടി അവിടെ ഉണ്ടായിരുന്ന പുരാതനമായ ഗ്രന്ഥങ്ങളൊക്കെ അരിച്ചു പെറുക്കാൻ തുടങ്ങുന്നു. ഷാമു ആണ് ഹോങ്ങയുടെ കൂടെ ഉള്ളത്. അവന് ഈ പുസ്തകം നോക്കി മടുത്തു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോങ്ങെ അങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചതിന് അവനിപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാവോ കാരണമാണ് അവനിങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നൊക്കെ പരാതിയും പറയുന്നുണ്ട്. അവസാനം ഹോങ്ങെ അവൻ്റെ ഈ പരാതികളൊക്കെ കേൾക്കാൻ കഴിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. വുഹാനെ മുകളിൽ നിന്ന് താഴെ ഇറക്കിയെങ്കിലും ഇപ്പോൾ മരത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയാലോ. കാവലിനായിട്ട് ലവ്ലോയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്കായിരുന്നു ഹോങ്ങെ വന്നത്. ലവ്ലോയോട് പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് മാറ്റിയിട്ട് ഹോങ്ങെ വുഹാനുമായിട്ട് സംസാരിക്കുന്നു. പക്ഷേ വുഹാൻ ആദ്യമൊന്നും അവനോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. എന്നെ കൊന്നാൽ മാത്രമേ നിനക്കിവിടെ രാജാവായിട്ട് തുടരാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഈ മൈനർ ഡീമൻസ് ഒന്നും നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ വെറുതെ എന്നോട് സഹതാപം കാണിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ന്യൂസ് ഒന്നും പിടിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട എന്ന് വുഹാൻ ആദ്യമേ തന്നെ പറയുന്നു. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് ഹോങ്ങെ പറഞ്ഞപ്പോൾ, ഞാൻ മുമ്പ് ഒരു തവണ മനുഷ്യരുടെ ട്രാപ്പിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ സമയത്ത് ഹേവുവാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഞാൻ അതിനൊക്കെ പ്രത്യുപകാരം ചെയ്തെങ്കിലും എൻ്റെ മാസ്റ്ററായിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും ചതിക്കുകയില്ല എന്ന് വുഹാൻ ആദ്യമേ തന്നെ പറയുന്നു. ഈ വുഹാൻ ശരിക്കും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്നും ഹേവുവിൻ്റെ തെറ്റായ ഗൈഡൻസ് ആണ് അവനെ ഈ രീതിയിലാക്കിയത് എന്നുമൊക്കെ ഹോങ്ങയ്ക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവൻ്റെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി ഹോങ്ങെ അവനോട് കുറച്ച് സംസാരിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഹോങ്ങെ എന്തൊക്കെ പറഞ്ഞിട്ടും വുഹാൻ അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ ഹോങ്ങെ മരിക്കണം എന്നുള്ള രീതിയിൽ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം ശ്രമിച്ചിട്ട് ഹോങ്ങെ പരാജയപ്പെട്ട് തിരികെ പോകുന്നുണ്ട്. വുഹാൻ വെള്ളമൊന്നുമില്ലാതെ ഇങ്ങനെ അവിടെ തടവിലായി കിടക്കുകയാണല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ അവന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നു. അവൻ നിന്നിടത്ത് നിന്ന് തളർന്ന് താഴേക്ക് വീണ് പോകുന്നുണ്ട്.
കാവൽ നിൽപ്പുണ്ടായിരുന്ന ലവ്ലോയോട് കുറച്ച് വെള്ളം വേണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. ലവ്ലോ പോയി കുറച്ച് വെള്ളം അവനോട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തൻ്റെ കൈയുടെ കെട്ട് കുറച്ചൊന്ന് ലൂസാക്കി തരുമോ, നല്ല വേദനയുണ്ട് എന്ന് വുഹാൻ പറയുന്നുണ്ട്. ലവ്ലോ ആദ്യം അതിന് തയ്യാറാവുന്നില്ല. പിന്നെ മുമ്പ് ഈ വുഹാൻ ഇവരുടെ ടീച്ചറായിരുന്നല്ലോ, ആ റിലേഷൻഷിപ്പ് ഓർത്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്നൊക്കെ വുഹാൻ പറഞ്ഞപ്പോൾ ലവ്ലോ ആ കെട്ട് കുറച്ചൊന്ന് ലൂസാക്കാൻ തയ്യാറാവുന്നു. പക്ഷേ അത് വുഹാൻ്റെ ഒരു സൂത്രമായിരുന്നു. ലവ്ലോ കെട്ട് ലൂസാക്കിയതോടെ പെട്ടെന്ന് അവന് തട്ടി എറിഞ്ഞിട്ട് വുഹാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങുന്നു. ലവ്ലോ തനിക്ക് പറ്റാവുന്നതുപോലെയൊക്കെ എതിർക്കുന്നുണ്ടെങ്കിലും നീ എൻ്റെ മുന്നിൽ ഒന്നുമല്ല, വെറുതെ എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് മരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് വുഹാൻ അവന് വാണിംഗ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. ലവ്ലോ അപ്പോഴും എതിർക്കാൻ ചെന്നപ്പോൾ അവൻ ലവ്ലോയെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങുന്നു. ഈ സമയത്ത് ഹോങ്ങിയെ പെട്ടെന്ന് അവർക്കിടയിൽ വന്നിട്ട് ലവ്ലോയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നൽകുന്നുണ്ട്. ഇത് വുഹാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഡീമൺ കിങ് ആയിട്ടുള്ള അവൻ വെറും ഒരു മൈനർ ടീമിനായ ലവ്ലോയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. എന്നിട്ട് പരിക്ക് പറ്റുന്നത് പോലും കാര്യമാക്കാതെ അവനിങ്ങനെ ലവ്ലോയെ സഹായിച്ചത് വുഹാൻ്റെ അവനെ പറ്റിയുള്ള ആ ഒരു ചിന്ത മാറ്റുന്നുണ്ട്. എന്തിനാണ് ലവ്ലോയെ സഹായിച്ചതെന്ന് അവൻ ഹോങ്ങിയോട് ചോദിക്കുന്നു. എല്ലാവരെയും ഒരേപോലെ കണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ഒരു റൂളർ ശരിക്കും റൂളർ ആവുന്നത് എന്ന് ഹോങ്ങി അതിന് മറുപടി നൽകുന്നു. അത് വുഹാൻ്റെ മനസ്ഥിതി കുറച്ച് മാറ്റുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഹോങ്ങി അവിടെ നിന്ന് നേരെ പോയത് അവനെ പറ്റി ആ മുറിവിൽ കുറച്ച് മരുന്ന് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മുമ്പ് അവൻ്റെ പവർ കൊണ്ട് ആ മുറിവുകളൊക്കെ തന്നെ ഉണങ്ങുമായിരുന്നു. ഇപ്പോൾ അവന് മനുഷ്യരെ പോലെ മരുന്ന് വെച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ അവൻ മരുന്ന് തിരയുന്ന സമയത്ത് ശ്യാമ ആ മുറിയിലേക്ക് വരുന്നുണ്ട്. സിറ്റുവേഷൻ കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ വേഗം പോയി മരുന്ന് എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കയ്യിലെ മുറിവിൽ അത് പുരട്ടി കൊടുക്കുന്നു. എങ്ങനെയാണ് മുറിവുണ്ടായെന്ന് അവൾ ചോദിച്ചപ്പോൾ ഹോങ്ങിയെ കള്ളമാണ് പറഞ്ഞത്. പക്ഷെ ലവ്ലോയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരുന്നു ശ്യാമ വന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഇത് ദേഷ്യം പിടിപ്പിക്കുന്നു. അവൾ അതിനെപ്പറ്റി ചോദിച്ചിട്ട് അവൻ കൂടുതലൊന്നും പറയാൻ തയ്യാറാവുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക? എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞാൽ രണ്ടുപേർക്കും ആശ്വാസം കിട്ടുമല്ലോ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ടെങ്കിലും ഹോങ്ങിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇങ്ങനെ പവർ ഇല്ലാത്തത് അവൻ്റെ മൈൻഡിനെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണല്ലോ. കാരണം അവളുടെ പിണക്കം തീർക്കാനൊന്നും അവനിപ്പോൾ പറ്റുന്നില്ല. ശ്യാമ ആണെങ്കിൽ അവനിങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന കാരണം അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട്. ഹോങ്ങെ അവളുടെ പിണക്കമൊന്നും തീർക്കാൻ നിൽക്കാതെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അവൾ ചെന്ന് വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ ഈ പെരുമാറ്റം ഷാവോയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു.